നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലേൺ വിത്ത് നിവേദ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് അധികമാർക്കും അറിയാത്ത ചില ഫാക്ട്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഫാക്ട്: ഇന്ത്യയുടെ ലോകകപ്പ് യോഗ്യത. 1980-ലെ ലോകകപ്പിന് ഇന്ത്യൻ ടീം യോഗ്യത നേടിയിരുന്നു. എന്നാൽ താരങ്ങൾക്ക് ബൂട്ടിടാതെ കളിക്കാൻ ഫിഫ അനുമതി നൽകാതിരുന്നതുകൊണ്ട് ഇന്ത്യ ടൂർണമെന്റിൽ നിന്ന് പിന്മാറി. 1980-ൽ ബ്രസീലിലായിരുന്നു ലോകകപ്പ് നടന്നത്. ആദ്യത്തെ ഫുട്ബോൾ ക്ലബ്ബ്. കേരളത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആരംഭിച്ച ആദ്യത്തെ ഫുട്ബോൾ ക്ലബ്ബാണ് ആർ.ബി. ഫെർഗൂസൺ ഫുട്ബോൾ ക്ലബ്ബ്. 1899-ൽ തൃശൂരിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെന്റ് ഡ്യൂറന്റ് കപ്പ് ആണ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയതും നിലവിൽ തുടരുന്നതുമായ ഫുട്ബോൾ ടൂർണമെന്റ്. ഇത് 1888-ൽ ആരംഭിച്ചു. ഒരു മത്സരത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ടീം ഓസ്ട്രേലിയയാണ്. 2001-ൽ അമേരിക്കൻ സമോവയ്ക്കെതിരെ 31-0 എന്ന നിലയിൽ ഓസ്ട്രേലിയ വിജയിച്ചു. ലോകകപ്പിൽ ബ്രസീലിന്റെ റെക്കോർഡ്. ഇതുവരെ നടന്ന എല്ലാ ഫിഫ ലോകകപ്പ് ടൂർണമെന്റുകളിലും കളിച്ചിട്ടുള്ള ഏക ടീം ബ്രസീൽ ആണ്. പാർട്ട് ടൈം താരങ്ങൾ. ആദ്യകാല ലോകകപ്പുകളിൽ കളിച്ചിരുന്ന പല താരങ്ങളും പാർട്ട് ടൈം കളിക്കാർ മാത്രമായിരുന്നു. അവർക്ക് ഫുട്ബോൾ ഒരു പ്രധാന ജോലിയായിരുന്നില്ല. മഹാത്മാഗാന്ധിയും ഫുട്ബോളും ദക്ഷിണാഫ്രിക്കയിൽ ആയിരുന്നപ്പോൾ വർണ്ണവിവേചനത്തിനെതിരെ പോരാടുന്നതിനും അഹിംസയുടെ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുമായി പാസീവ് റെസിസ്റ്റേഴ്സ് സോക്കർ ക്ലബ്ബുകൾ എന്ന പേരിൽ മഹാത്മാഗാന്ധി 3 ഫുട്ബോൾ ക്ലബ്ബുകൾ സ്ഥാപിച്ചു. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഗോൾകീപ്പർ. ബ്രസീലിയൻ ഗോൾകീപ്പർ ആയ റോജറിയോ സെനി കരിയറിൽ ആകെ 131 ഗോളുകൾ നേടിയിട്ടുണ്ട്. പെനാൽറ്റികളിലൂടെയും ഫ്രീ കിക്കുകളിലൂടെയുമാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്. ഒരു ഗോൾ കീപ്പർ ഇത്രയധികം ഗോൾ നേടുന്ന ചരിത്രത്തിലെ ഏക സംഭവമാണിത്. ചൈനീസ് ഉദ്ഭവം. ആധുനിക ഫുട്ബോളിന്റെ നിയമങ്ങൾ 19 നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ രൂപപ്പെട്ടതാണെങ്കിലും കൂജു എന്ന പേരിലുള്ള ഒരു പന്ത് കളി 2200 വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ നിലനിന്നിരുന്നു. ഇതാണ് ഫുട്ബോളിന്റെ ഏറ്റവും ആദ്യത്തെ രൂപമായി കണക്കാക്കുന്നത്. ഏറ്റവും പഴക്കം ചെന്ന ക്ലബ്ബ്. ഇംഗ്ലണ്ടിലെ ഷെഫീൽഡ് എഫ്.സി. ആണ് ലോകത്ത് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ക്ലബ്ബായി ഫിഫ അംഗീകരിച്ചിട്ടുള്ളത്. ഈ ക്ലബ്ബ് 1857-ൽ സ്ഥാപിക്കപ്പെട്ടു. ഒരു വർഷം ഒരു താരം നേടിയ ഗോളുകൾ. ലയണൽ മെസ്സി 2012-ൽ ക്ലബ്ബിനും രാജ്യത്തിനും വേണ്ടി ആകെ 91 ഗോളുകൾ നേടി. ഒരു കലണ്ടർ വർഷം ഒരു കളിക്കാരൻ നേടുന്ന ഏറ്റവും വലിയ ഗോൾ നേട്ടമാണിത്. ഈ റെക്കോർഡ് തകർക്കാൻ ഇനി ആർക്കും കഴിയില്ലെന്നാണ് ഫുട്ബോൾ ലോകം വിശ്വസിക്കുന്നത്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ. 1988-ലെ ലോകകപ്പിൽ ജസ്റ്റ് ഫോണ്ടെയ്ൻ എന്ന ഫ്രഞ്ച് താരം ആകെ 6 മത്സരങ്ങളിൽ നിന്ന് 13 ഗോളുകൾ നേടി. ഒരു ലോകകപ്പ് ടൂർണമെന്റിൽ ഒരു കളിക്കാരൻ നേടുന്ന ഏറ്റവും വലിയ ഗോൾ റെക്കോർഡാണ് ഇത്. ഏറ്റവും കൂടുതൽ ട്രോഫികൾ നേടിയ താരം. ബ്രസീലിയൻ പ്രതിരോധ താരം ഡാനി ആൽവസ് തന്റെ കരിയറിൽ ആകെ 43 ഔദ്യോഗിക ട്രോഫികൾ നേടിയിട്ടുണ്ട്. പല ക്ലബ്ബുകളിലായി അദ്ദേഹം നേടിയ ഈ നേട്ടം മറ്റൊരു താരത്തിനും എളുപ്പത്തിൽ മറികടക്കാൻ കഴിയാത്ത ഒരു റെക്കോർഡാണ്. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഗോൾ തുർക്കി താരം ഹാക്കൻ സുഗൂർ 2002-ൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ നേടി. കളി തുടങ്ങി 10.89 സെക്കൻഡിനുള്ളിൽ ആയിരുന്നു ഈ ഗോൾ. ഏറ്റവും കൂടുതൽ കാലം ഒരു ക്ലബിന്റെ മാനേജർ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇതിഹാസ പരിശീലകൻ സർ അലക്സ് ഫെർഗൂസൺ 1986 മുതൽ 2013 വരെ, അതായത് 27 വർഷം തുടർച്ചയായി ഒരു ക്ലബിന്റെ മാനേജരായി സേവനമനുഷ്ഠിച്ചു. ഇന്നത്തെ ഫുട്ബോളിൽ ഒരാൾക്ക് ഇത്രയും കാലം ഒരു ക്ലബ്ബിൽ തുടരാൻ സാധിക്കുക എന്നത് അസാധ്യമാണ്. ഫുട്ബോൾ സ്റ്റേഡിയം 2 അർദ്ധഗോളങ്ങളിൽ. ബ്രസീലിലെ മഗാബയിൽ സ്ഥിതി ചെയ്യുന്ന എസ്റ്റാഡിയോ സിയറാവോ സ്റ്റേഡിയത്തിന്റെ മധ്യരേഖ കൃത്യം ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ടീം ഫീൽഡിന്റെ ദക്ഷിണാർദ്ധഗോളത്തിലും മറ്റേ ടീം ഉത്തരാർദ്ധഗോളത്തിലും നിന്നാണ് കളി തുടങ്ങുന്നത്. ലോകകപ്പ് ട്രോഫി മോഷ്ടിക്കപ്പെട്ടു. കണ്ടെത്തിയത് ഒരു നായ. 1966-ലെ ലോകകപ്പിന് മുൻപ് യഥാർത്ഥ ജൂൾസ് റിമെറ്റ് ട്രോഫി ഒരു പ്രദർശനത്തിനിടെ മോഷ്ടിക്കപ്പെട്ടു. ഒരാഴ്ചയ്ക്ക് ശേഷം പിക്കിൾസ് എന്ന പേരുള്ള ഒരു നായ ലണ്ടനിലെ ഒരു പൂന്തോട്ടത്തിലെ കുട്ടിക്കാടിനടിയിൽ നിന്ന് ട്രോഫി കണ്ടെത്തുകയായിരുന്നു. നമ്മൾ ഈ വീഡിയോ ഇവിടെ വച്ചു നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.